ഇലണ്ട കിട്ടിയത് നല്ല പച്ച ഇലണ്ട. പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട് കേട്ടോ. ചെമ്മീൻ നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ. ഈ ഇല കടപ്പുറത്തുനിന്ന് മേടിച്ചാണ് കേട്ടോ. കടപ്പുറത്ത് നല്ല പച്ച ഇല കിട്ടും. ഞങ്ങൾക്ക് ഇവിടെ ഒരു കടപ്പുറമുണ്ടേ, വഞ്ചിക്കാർ കൊണ്ട് തന്നെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത സാധനമില്ലേ, അതെടുത്ത് കായ് മുട്ടയുണ്ട് ഇതിനകത്ത്. മുട്ടയുടെ അടിയിലിരിക്കണതാണ് ഇത് കണ്ടായി കറുത്ത സാധനം. അത് കളയണോ? അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തട്ടാ. അതെ, മുളക് കറി ആട്ടെ ഞാൻ വെക്കുന്നത്. ചട്ടി വെച്ചു, സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്തതാക്കാം. കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കും. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇത് വാടിക്കഴിയുമ്പോൾ നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് എരിവ് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യക്കാർക്ക് എനിക്കിത് പോരാ എരിവ്, ഇങ്ങനെ ഒരു പൊടി കൂടി ഇടും കേട്ടോ. ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. സ്വല്പം ഉപ്പ്, സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് മൂടി വെക്കാം കേട്ടോ. തിളക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാട്ടോ. അതേ തിളച്ച് മീൻ പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇത് മൂടി വെക്കാം കേട്ടോ. നമുക്ക് ഈ കറി തുറന്ന് നോക്കാട്ടോ. ഓ, സൂപ്പറായിട്ടുണ്ടല്ലോ. നമുക്കിനി ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. കറി ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് അടിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.